ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ കൂടെ പാത്തുക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പ്രവേശനോത്സവമാണ്. ഇവിടെ ഇവർക്കൊക്കെ ഇന്നാണ് കേട്ടോ സ്കൂൾ തുറക്കുന്നത്. ചില സ്കൂളുകൾക്ക് 3-ാം തീയതിയാണെന്ന് തോന്നുന്നല്ലേ. ഇവർക്കൊക്കെ ഇന്നാണ്, ജൂൺ 1-നാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പം രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ പോകണം കേട്ടോ. എന്താ പറയേണ്ടത്, പെട്ടെന്ന് എൻ്റെ ജോലികളെല്ലാം തീർത്തിട്ട് ഉച്ച വരെയുള്ള, അതായത് ഉച്ചയ്ക്കുള്ള കറികൾ വരെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ സമയമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും രാവിലെ കാപ്പിയും ഉച്ചക്കലത്തേക്ക് കറികളും ഒക്കെ ആക്കി വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ അരി അങ്ങ് അനിയത്തി അടുപ്പിലോട്ട് ആക്കിക്കോളും കേട്ടോ. ചോറ് വെക്കേണ്ട കാര്യം അവളങ്ങ് ചെയ്തോളും. ബാക്കിയുള്ള പരിപാടിയെല്ലാം ഞാൻ കഴിച്ചു വെച്ചിട്ട് പോകാനാണേ. മുറ്റടിയും അതുപോലെ അകം തൂക്കലും തുടയ്ക്കലും എല്ലാം അവൾ തന്നെ അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇഡ്ഡലിയാണ് രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. മാവൊക്കെ നമ്മൾ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയുടെ മാവാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടെടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാവൊക്കെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ തട്ടൊക്കെ അടുപ്പിലോട്ടാക്കി എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാവൊക്കെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറി വെക്കാൻ ഞാൻ പോകുന്നത് സാമ്പാറാണ്. അതാകുമ്പം കുറച്ച് മീൻകറി മീൻ കുറച്ചേ ഇരിപ്പുള്ളൂ. അതുകൊണ്ട് കറി കുറച്ച് സാമ്പാറും കൂടെയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിന്നോളും കേട്ടോ. വൈകുന്നേരമൊക്കെ എടുക്കണമല്ലോ രാത്രിയിലത്തേക്കും. രാത്രിയിൽ വാപ്പ കാപ്പിയാണ്, അതുകൊണ്ട് കറി വേണമല്ലോ. അപ്പോൾ സാമ്പാർ അതിനും കൂടി വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കുന്നുണ്ട്. പരിപ്പ് ഞാൻ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് അങ്ങ് വെള്ളത്തിലോട്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുതിർന്ന് വരട്ടെ, എന്നിട്ട് അടുപ്പിലോട്ടാക്കി കൊടുക്കാം, കുക്കറിലോട്ടാക്കി കൊടുക്കാം. എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത്. വെറുതെയാണ്, എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിക്കും, അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. പരിപ്പൊക്കെ ആദ്യം ഒന്ന് കഴുകിയൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എൻ്റെ കണ്ണൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പറക്കിക്കൊണ്ടങ്ങ് പോവുകയും ചെയ്യും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ റൂമിൽ തൂക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ അവിടെ കഞ്ഞിയും കറിയൊക്കെ കളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ പുറത്തോട്ട് വന്ന് അവളെയും കൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 വെള്ളം കഴുകി എടുക്കാൻ നോക്കേ. ഞാൻ അപ്പോഴത്തേക്കും മുറ്റത്തോട്ട് ഇറങ്ങി വന്നതാണ്. പാത്തുവിന് പേസ്റ്റും ബ്രഷൊക്കെ എടുത്തു കൊടുത്ത് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വന്ന് എൻ്റെ ചെടികളൊക്കെ നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ മഴയല്ലേ, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ മഴയും കാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടിയൊക്കെ എൻ്റെ ഈ ചെടികളെല്ലാം തട്ടിത്തറയിലിടും കേട്ടോ. പൂച്ചയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കൃത്രിമം ചെയ്യും, കുരങ്ങാണെങ്കിലും ചെയ്യും. അപ്പോൾ രാവിലെ വന്നതെല്ലാം പറക്കി വെക്കലാണ് എൻ്റെ പണി. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഒന്നുപോലും തട്ടിയിട്ടിട്ടില്ല. മഴയാണെങ്കിൽ വലിയ ശല്യമില്ല കേട്ടോ. മഴയാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരത്തില്ല. മഴയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമറിച്ചൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാം ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ആയതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ കറങ്ങി, പിന്നെ കുറച്ച് കറിവേപ്പിലേക്ക് എടുത്തിട്ട് ഇങ്ങ് നേരെ അകത്തോട്ട് വന്നിട്ട് ആ ഒരു പച്ചക്കറി എല്ലാം കൂടെയൊക്കെ ഒന്ന് കഴുകി കുക്കറിലോട്ട് കറിവേപ്പിലയും ഒരു സ്പൂണും ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് ആക്കി കൊടുക്കാനായിട്ട് പോകുക കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഇഡ്ഡലിയൊക്കെ ആദ്യം വെച്ച ഇഡ്ഡലിയൊക്കെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി വിട്ട് വരാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പറയുമല്ലോ തട്ടിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമെന്ന്. നല്ലതുപോലെ എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആവി കയറ്റിയിട്ട് ഇങ്ങനെ പുറത്തോട്ടെടുത്ത് വെക്കുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം അങ്ങനെ മേളിൽ തളിച്ചു കൊടുത്താൽ മതി. കോരി ഒഴിക്കരുത്, ചുമ്മാ അങ്ങനെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഇളകി വരും. ഇല്ലെങ്കിൽ പിന്നെ കോട്ടൺ തുണി മേളിൽ വെക്കുക, മാവ് കോരി ഒഴിക്കുക. അതാവുമ്പോൾ ഒട്ടിപ്പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി ഞാൻ വെച്ചത്, ഞാനല്ല അനിയത്തിയാണ് തേങ്ങ തിരുമ്മി തന്നത് കേട്ടോ, മീൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതേ മീൻ കണ്ടില്ലേ, തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള മിച്ചർ മീനാണ്. നമ്മൾ അയലയും കാരലും ഒക്കെ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ, ഐസ് ഉണ്ടായിരുന്നു, നല്ല ഐസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലോട്ടിട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കി അരച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സാമ്പാർ വെന്തിട്ടുണ്ടായിരുന്നു. കുക്കറൊക്കെ തുറന്ന് ആവിയൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് കുത്തി ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങും കായും ഒക്കെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം സാമ്പാറിന് എല്ലാ പച്ചക്കറിയും കൂടെ ഒരുമിച്ചായിട്ടത് കേട്ടോ. കാരണം പച്ചക്കറി തോനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തീരാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ സാമ്പാറിലോട്ട് അങ്ങ് ഒഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ നുള്ളിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും.
ആകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൊച്ചിനും വാപ്പാക്കും ഒക്കെ ആയിട്ട് കാപ്പി കൊടുത്തു കേട്ടോ. ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ പാൽ കൊണ്ടുവന്നപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോളുടെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. പെരുന്നാളിന് എടുത്തത് തന്നെയാണ്, സ്കൂൾ ഉറപ്പിനും എടുത്തത്. അപ്പം എല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവളെ മേലൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കറിക്ക് വേണ്ടിയിട്ട് മീനൊക്കെ വെട്ടിക്കഴുകി കറി അടുപ്പിലോട്ടങ്ങ് ആക്കി കൊടുത്തു. പിന്നെ തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാബേജും എല്ലാം കൂടെയൊക്കെ ഒരുമിച്ചിട്ടിട്ട് തോരനും അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പണി, ഉച്ചവരെയുള്ള മിക്ക പണി, അടുക്കള പാചകം എല്ലാം ഞാൻ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അകം തുടക്കലും തൂക്കലും മാത്രമേ ഉള്ളൂ. അങ്ങനെ മോളെ റെഡിയാക്കി ഞാനും റെഡിയായി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്ത വീഡിയോ ഒരു ചെറിയൊരു കുഞ്ഞു മിനി വ്ളോഗായിപ്പോയി. അറിയാമല്ലോ, രാവിലെ പോകേണ്ട തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും വേറെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിൽ ചെന്നിട്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.